നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഓം മായ കരിങ്കുഷി ശാസ്ത്രേ നമ. കരിങ്കുട്ടിച്ചാത്തൻ ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ ചാത്തന്മാരിൽ ശ്രേഷ്ഠനായ കരിങ്കുട്ടിച്ചാത്തനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി, സമ്പത്ത് എന്നിവ വന്നു ചേരുകയും നമ്മളുടെ കർമ്മങ്ങൾ നല്ല രീതിയിലാവുകയും നമ്മുടെ കുടുംബജീവിതം സമാധാനകരവും അതുപോലെ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മിക്കവർക്കും ഒരു പേടിയുണ്ട്. കരിങ്കുട്ടിച്ചാത്തനെ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല രീതിയിലായി വരും, പിന്നീട് നമുക്ക് അത് കുടുംബത്തിൽ ദുരിതവും സമാധാനമില്ലായ്മ വരുത്തും, നമുക്ക് നമ്മുടെ കുടുംബം നശിച്ചു പോകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിവിടെ നമ്മൾ അതിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാത്വികമായ രീതിയിൽ ഭഗവാനെ ആരാധിക്കാൻ. നേരത്തെ സൂചിപ്പിച്ച മാതിരി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ എന്തൊരു കാര്യം ഉണർത്തിച്ചാലും അത് നല്ല കാര്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു കാര്യം ഉണർത്തിച്ചാലും ഭഗവാൻ അത് നടത്തിത്തരും. പക്ഷേ പിന്നീട് അത് മോശമായ കാര്യമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചടി ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് സദ്ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നേരെയാവാൻ, നമുക്ക് നല്ല ജോലി കിട്ടാൻ, നമുക്ക് വരുമാനം ഉണ്ടാവാൻ, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ, കുടുംബജീവിതം നല്ല രീതിയിലായി വരാൻ, നമുക്ക് ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങൾ വന്നു ചേരാൻ, ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഭഗവാനെ നിത്യവും സ്മരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ആചരിക്കാവുന്ന ഒരു രീതി കണ്ടുവയ്ക്കുന്നതാണ് വളരെ ഗുണകരം. നമുക്ക് 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എങ്കിൽ അത് ചെയ്തു മതി. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നൈവേദ്യ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിത്യവുമായിട്ട് നമുക്ക് മലർ നിവേദ്യം, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം കൊടുക്കാവുന്നതാണ്. വിശിഷ്ടമായ നിവേദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുഴുക്ക്, അതുപോലെ ചിരട്ടപ്പുട്ട്, കടല, പിന്നെ കരിക്ക്, തേൻ എന്നീ കാര്യങ്ങൾ വെച്ചിട്ടും ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും. മലബാര സമ്പ്രദായത്തിൽ, അതായത് കൗളമാർഗപ്രകാരം ആരാധിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ആ ആചരണം നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റേതായ ദോഷങ്ങൾ പിന്നെ വന്ന് ഭവിക്കും, നേരത്തെ സൂചിപ്പിച്ച മാതിരി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ആചരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കരിങ്കുട്ടി മന്ത്രം, ഞാൻ ലളിതമായ ഒരു കരിങ്കുട്ടി മന്ത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓം നമോ ഭഗവതി കരിങ്കുട്ടി, കരിനീലി നൊന്തു പെറ്റ കരിങ്കുട്ടി, വാവ നീ എനിക്ക് വശമായിരിക്ക സ്വാഹ എന്നീ മന്ത്രം നിത്യേന ഉരുവിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രം ഉരുവിടുന്നതിന് മുമ്പായിട്ട് ഓം നമ ശിവായ എന്ന മന്ത്രം 11 ജപിക്കുന്നതും ഓം ഹ്രീം നമ എന്ന മന്ത്രം 6 പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഗുണകരമായി ഭവിക്കും. നന്ദി, നമസ്കാരം.